ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 222. റീജന്റ് മഹാറാണിയുടെ കാറിനു മുന്നിൽ. ഭാഗം 222. റീജന്റ് മഹാറാണിയുടെ കാറിനു മുന്നിൽ. ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ ശിവഗിരിയിൽ നിന്നും കോട്ടയത്തെ നാഗമ്പടം ക്ഷേത്രത്തിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ജനാർദ്ദനനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ചെങ്ങന്നൂർ എത്തിയപ്പോൾ സർക്കാർ വക ടൂറിസ്റ്റ് ബംഗ്ലാവിൽ കയറി കുറച്ചു നേരം ഗുരുദേവൻ വിശ്രമിച്ചു. അതിനുശേഷം കോട്ടയത്തേക്ക് വീണ്ടും പുറപ്പെട്ടു. ചെങ്ങന്നൂർ പാലത്തിനടുത്തെത്തിയപ്പോൾ പോലീസ് ഗുരുദേവൻ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു. ജനാർദ്ദനൻ പെട്ടെന്ന് കാർ നിർത്തി. തിരുവിതാംകൂർ റീജന്റ് മഹാറാണി കോട്ടയത്തെ വയസ്കര കൊട്ടാരത്തിലേക്ക് ആ റോഡ് വഴി എഴുന്നള്ളുന്നുണ്ടെന്നും കാർ റോഡിൽ നിന്നും മാറ്റിയിടണമെന്നും പോലീസുകാർ അറിയിച്ചു. ആ രംഗം കണ്ട് അവിടെ എത്തിയ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാറിലിരിക്കുന്നത് ഗുരുദേവനാണെന്ന് കണ്ടു. ഉടനെ അദ്ദേഹം കാർ വിട്ടുപോകുവാൻ അനുവാദം നൽകി. റീജന്റ് മഹാറാണിയുടെ കാർ വരുന്നതിന് മുൻപ് വേഗത്തിൽ ഓടിച്ചു പോകണമെന്ന് അദ്ദേഹം ഡ്രൈവർക്ക് പ്രത്യേകമൊരു നിർദ്ദേശവും കൊടുക്കുകയുണ്ടായി. ജനാർദ്ദനൻ വേഗം കാർ വിട്ടു. എന്നാൽ കുറച്ചു ദൂരം എത്തിയപ്പോൾ തന്നെ റീജന്റിൻ്റെ കാർ പിന്നാലെ വരുന്നതായി അറിഞ്ഞു. ഒരു പ്രത്യേക ഹോൺ മുഴക്കിയാണ് ആ കാർ വന്നുകൊണ്ടിരുന്നത്. ജനാർദ്ദനൻ ആകെ പരിഭ്രമിച്ചു. കാർ മാറ്റിയിടുവാൻ തക്കതായി ഒരു സ്ഥലവും കാണുകയുണ്ടായില്ല. റോഡ് വക്കിലെല്ലാം ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. മഹാറാണിയുടെ കാർ വന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ മറ്റൊരു കാർ സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത കാലമായിരുന്നു അത്. അതിനാൽ ജനങ്ങളെല്ലാം ആശ്ചര്യത്തോടെ നോക്കിയിരുന്നത് മുന്നിലായി വന്നുകൊണ്ടിരുന്ന ഗുരുദേവൻ്റെ കാറിലേക്കായിരുന്നു. റീജന്റ് മഹാറാണി എഴുന്നള്ളുന്ന കോട്ടയത്തെ വയസ്കര കൊട്ടാരത്തിനു സമീപത്ത് സർക്കാരിൻ്റെ ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ജനാർദ്ദനൻ കാർ വേഗത്തിലോടിച്ച് ആ ബംഗ്ലാവിലേക്ക് കയറ്റി ഒതുക്കി നിർത്തി. ഗുരുദേവൻ ഉടൻ കാറിൽ നിന്നും ഇറങ്ങി നാഗമ്പടം ക്ഷേത്രത്തിലേക്ക് നടന്നുപോയി. അപ്പോഴേക്ക് റീജന്റ് മഹാറാണിയുടെ കാർ തൊട്ടടുത്തുള്ള കൊട്ടാരത്തിലേക്ക് കയറി പോവുകയും ചെയ്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാർ നാഗമ്പടത്തേക്ക് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിൽ ജനാർദ്ദനൻ കാറിനടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തെ മജിസ്ട്രേറ്റും മീനാക്ഷി സുന്ദരം എന്ന പോലീസ് ഇൻസ്പെക്ടറും കാറിനടുത്തേക്ക് ശീഘ്രം വന്നു. അതിനുശേഷം അവർ ഗുരുദേവനും ഡ്രൈവർ ജനാർദ്ദനനും എതിരെ ഒരു കേസ് എടുക്കുകയുണ്ടായി. ആ വാർത്ത നാട് മുഴുവൻ പരന്നു. ആ കേസ് വിസ്തരിക്കുവാൻ നിശ്ചയിച്ചിരുന്ന ദിവസം കോടതി പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയുകയുണ്ടായി. ജനാർദ്ദനൻ അന്ന് കോടതിയിൽ ഹാജരായി നടന്നതെല്ലാം ബോധിപ്പിച്ചു. ഒടുവിൽ ആ കേസ് തള്ളിക്കൊണ്ട് കോടതിയിൽ നിന്നും വിധി വരികയുണ്ടായി. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദങ്ങൾ ശിവഗിരി ചൂടിയ പാദങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 222. റീജന്റ് മഹാറാണിയുടെ കാറിന് മുന്നിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.